എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹോം ടിപ്സ് ആൻഡ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്നിവിടെ ചെയ്യുന്നത് ഉണക്കുകപ്പ എങ്ങനെ വേവിക്കാമെന്നാണ്. പുതിയ തലമുറയിലെ കുട്ടികൾക്കൊക്കെ ഉണക്കുകപ്പ എങ്ങനെ വേവിക്കാമെന്ന് അറിയില്ലായിരിക്കും. അവർക്ക് ഈ വീഡിയോ ഒരു ഉപകാരമായിരിക്കും. ഇനി ഉണക്കുകപ്പ വേവിക്കുന്നതിന് വേണ്ടി ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ചെയ്യേണ്ടത് ഉണക്കക്കപ്പ വെള്ളത്തിലിട്ട് വയ്ക്കുക എന്നുള്ളതാണ്. രാവിലെയാണ് കപ്പ വേവിക്കുന്നതെങ്കിൽ തലേ ദിവസം തന്നെ കപ്പ വെള്ളത്തിലിട്ട് വെക്കണം. എങ്കിൽ മാത്രമേ കപ്പ നന്നായിട്ട് കുതിർന്ന് ഇതിലെ ആ കയ്പ്പ് ടേസ്റ്റൊക്കെ അങ്ങ് മാറിക്കിട്ടുള്ളൂ. കപ്പ കുതിരാനിടുന്ന സമയത്ത് തന്നെ ഇതിനു വേണ്ടിയിട്ടുള്ള മീൻ കറി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ പിറ്റേ ദിവസം രാവിലെയായി. കപ്പയൊക്കെ നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട്. ഒരു പ്രഷർ കുക്കറിൽ കപ്പ വേവിക്കുന്നതിനുള്ള വെള്ളം തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് നന്നായി കഴുകിയ കപ്പ ചേർത്ത് കൊടുക്കാം. കപ്പയെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനി അടച്ചു വെച്ച് ഒരു വിസിൽ വരുന്നതുവരെ വേവിച്ചെടുക്കാം. ഇത് വേവ് കുറഞ്ഞ കപ്പയായതുകൊണ്ടാണ് ഒരു വിസിൽ വരെ വേവിച്ചത്. വേവ് കൂടുതലുള്ളതാണെങ്കിൽ കൂടുതൽ സമയം അടുപ്പത്ത് വയ്ക്കണം. കുക്കറിലെ പ്രഷറൊക്കെ മാറി. ഈ വെള്ളം ഊറ്റിക്കളഞ്ഞ് ഇതിലേക്ക് കുറച്ചും കൂടെ പച്ചവെള്ളം ഒഴിച്ച് ഇതൊന്ന് ഊറ്റിയെടുക്കുന്നുണ്ട്. വെള്ളമൊക്കെ ഊറ്റിയെടുത്ത് അടുപ്പത്ത് വെച്ച് ഇതിൻ്റെ അടിയിലെ വെള്ളവും ഒന്ന് വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പിന് വേണ്ടി എടുത്തിരിക്കുന്നത് 1/2 കപ്പ് തേങ്ങ, ഒരു പച്ചമുളക്, 4-5 ചെറിയുള്ളി, കുറച്ച് കറിവേപ്പില, കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും സാധനങ്ങളാണ്. ഈ കൂട്ടുകളെല്ലാം മിക്സിയുടെ ജാറിലേക്കിട്ട് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കണം. ഞാനിവിടെ ഒരു പച്ചമുളക് മാത്രമേ ചേർത്തിട്ടുള്ളൂ. കൂടുതൽ എരിവ് വേണ്ടവർക്ക് 2-3 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. കാന്താരി ചേർക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. കപ്പയുടെ അരപ്പൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് കപ്പയിലേക്ക് ചേർത്ത് കൊടുക്കാം. മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരപ്പ് വെന്ത് വരാൻ വേണ്ടിയിട്ട് ഈ വെള്ളം ആവശ്യമാണ്. ഇതിനി അരപ്പ് വേവുന്നതുവരെ ചെറുതീയിൽ കുറച്ച് സമയമൊന്ന് അടച്ചു വെക്കണം. ഇപ്പോൾ വെള്ളമൊക്കെ പറ്റി അരപ്പൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഇനിയൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. കപ്പ ഇളക്കാൻ വേണ്ടി തടിയുടെ എന്തെങ്കിലും സാധനങ്ങളാണ് നല്ലത്. സ്പൂണൊക്കെ എടുക്കുകയാണെങ്കിൽ നല്ല കട്ടിയുള്ള തടിയുടെ സ്പൂണ് തന്നെ ഇതിന് വേണ്ടിയിട്ട് എടുക്കണം. അല്ലെങ്കിൽ സ്പൂണ് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. കപ്പയുടെ റെഡിയായി വരുന്നുണ്ട്. ഉണക്കക്കപ്പ വേവിക്കാൻ അറിയാത്തവർ ഇതുപോലെയൊന്ന് വേവിച്ച് നോക്കുക. നിങ്ങൾക്ക് ഇത് നന്നായിട്ട് ഇഷ്ടപ്പെടും. ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം, ഷെയർ ചെയ്യണം. കൂട്ടത്തിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് ഒരു ബെല്ലൈക്കൺ വരും. അതും കൂടി ഒന്ന് ആക്ടിവേറ്റ് ആക്കിയെങ്കിൽ മാത്രമേ ഞാൻ ഓരോ വീഡിയോയും അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കതിനുള്ള നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. പുതിയ ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.